ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് ചിക്കൻ പിസ്സ ബണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഇതാദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ്. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ബേക്കിംഗ് പൗഡർ. ഇതിപ്പം 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുള്ളത്, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇതിപ്പോൾ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒലിവ് ഓയിൽ എടുത്തിട്ടുള്ളത്, അതൊന്ന് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പോളം ചൂടുള്ള പാൽ ചേർത്തിട്ടാണ് കേട്ടോ ഇതൊന്ന് കുഴച്ചെടുക്കുന്നത്. ആ ഒരു ഭാഗം ക്യാമറ ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയി, അതാണ് വീഡിയോയിൽ കട്ടായിപ്പോയത്. അപ്പോൾ ഈ ഒരു അളവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പാലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമൊക്കെ ചേർത്തിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം വീണ്ടും ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിൽ ചേർത്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഇതൊന്ന് ഡബിൾ സൈസായിട്ട് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിന്നെ പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതുപോലെ തന്നെ തക്കാളി, ക്യാപ്സിക്കം, ഉള്ളി ഇതൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേണ്ടത് ചീസാണ്, അതുപോലെ പിസ്സ സോസ്, പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്. ഈ എല്ലാ ഐറ്റംസും പിസ്സ ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ റെഡിയാക്കി വെക്കാം കേട്ടോ. 2-3 മണിക്കൂറെല്ലാം ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കലാണ്. ഞാനിപ്പോൾ ഒരു പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലുള്ള ബോളാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു അളവ് പോലെ ഇരിക്കും കേട്ടോ ഈ ഒരു പിസ്സ ബണ്ണിൻ്റെ സൈസും. അപ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കുക. ഒരു നെയ്പത്തലിൻ്റെയോ അല്ലെങ്കിൽ ഒരു പൂരീൻ്റെയൊക്കെ ഒരു വലുപ്പത്തിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോരോ ഐറ്റംസും ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് പിസ്സ സോസാണ്. അപ്പോൾ അതൊന്ന് സെൻറ്റർ ഭാഗത്തൊന്ന് വരട്ടി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചിക്കനും ഉള്ളിയും തക്കാളിയും അതിൽ നിന്നൊക്കെ കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ സെൻറ്റർ ഭാഗത്ത് തന്നെ വെക്കണം കേട്ടോ, കാരണം എല്ലാ ഭാഗത്തു നിന്നും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കേണ്ടതാണ്. ഒരു ബണ്ണിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ വെക്കുന്ന ഐറ്റംസ് എല്ലാം ഈ ഒരു സെൻറ്ററിൽ തന്നെ വെച്ച് കൊടുക്കുക. ഈ ഐറ്റംസ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ചീസും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് ഒരു ബോളിൻ്റെ ഒരു ബണ്ണിൻ്റെ ഷേപ്പാക്കി എടുക്കുക. അതുപോലെ തന്നെ ഇത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് തുറന്നു പോകും, ഇങ്ങനെ വിട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് നല്ലോണം ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ പരത്തിയെടുത്തിട്ട് അതിൽ ഒന്നിങ്ങനെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പം നമുക്കിങ്ങനെ ഓരോന്നെടുത്ത് കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കട്ടെ. നമുക്ക് ഗസ്റ്റെല്ലാം വരുമ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. ഈസിയാണ്, ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. സാധാ പിസ്സ ഉണ്ടാക്കുന്ന ആ ഒരു പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബട്ടറിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ കുറച്ച് ഒറിഗാനോയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു പിസ്സ ബണ്ണിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്ന് പിസ്സ ബൺ ഉണ്ടാക്കുന്നത് ഈ ഒരു പാനിൽ അടുപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു പാനിൻ്റെ താഴെയായിട്ട് കുറച്ച് ബട്ടർ ഒന്ന് മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഓരോരോ പിസ്സ ബണ്ണും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വെക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അടുപ്പിച്ച് വെക്കണ്ട കേട്ടോ, കാരണം ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് കുറച്ചൊന്ന് ഇതിൻ്റെ സൈസ് വലുതാവും. അപ്പോൾ ഒരുപാട് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഗ്യാപ്പ് വെച്ചിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് നന്നായിട്ട് കവർ ചെയ്ത് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മറന്നുകൊണ്ട. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൊത്തത്തിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ബട്ടറില്ലേ, ചില്ലി ഫ്ലേക്സും ഒറിഗാനൊക്കെ ചേർത്ത് അത് ഇതിൻ്റെ മേലെ മൊത്തത്തിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഇതെല്ലാം വെച്ച് പാനിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡ് ആയതിനു ശേഷം ഇതൊന്ന് തിരിച്ചു കൊടുക്കാം, മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പിസ്സ ബണ്ണ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കയ്യിലുള്ള വെജീസെല്ലാം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. പിന്നെ ചിക്കനിൽ ചേർക്കുമ്പം കുറച്ചും കൂടി ടേസ്റ്റൊക്കെ കൂടുതലാണ്. അപ്പം ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്ക്, എല്ലാവർക്കും ഇഷ്ടമാവും, അടിപൊളിയാണ്. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻറ്റൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.